എന്നും ഗ്രോസറി ഒക്കെ അല്ലേ കാണുന്നേ? അതെ, ഇന്ന് അതല്ല. ചൂടുകൊണ്ടാണ് അമ്മ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. രാവിലെ മുതലൊരു 11-11:30 വരെ എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി നീക്കാം. പകല് പ്രായം കൂടുന്തോറും പ്രശ്നങ്ങളാണ്. പിന്നെ വല്ലതും പരിചയമുള്ളതാണോ? അതൊക്കെ നോക്കട്ടെ. വല്ലാത്ത വിഷയം ഇത് എന്നതാ പുലി. ആ അമ്മയോട് ഇരിപ്പുണ്ട്. ഇന്ന് തുറന്ന് കണ്ടോ? എന്നും ഗ്രോസറി ഒക്കെ അല്ലേ കാണുന്നേ? അതെ, ഇന്ന് അതല്ല. കോസ്മെറ്റിക് ഒക്കെ ഒന്ന് കണ്ടോ? കാണാം അല്ലേ? ഞാൻ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന എന്നാന്നറിയാമോ? ഈ ചൂടുകാലം അല്ലേ? എന്നും നിങ്ങൾ ഊണുമുറിയിൽ ഇരുന്നല്ലേ കാണണേ. ഇന്ന് ഊണുമുറിയിൽ നിന്ന് ഫാനൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു വ്യത്യസ്തത വേണ്ടേന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന. ചൂടുകൊണ്ടാണ് അമ്മ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. ചൂടത്ത് ഒരു രക്ഷയില്ല മോനെ. അയ്യോ, പിന്നെ 2-3 കാരണങ്ങളുണ്ട്. ചൂട്, ഭക്ഷണം കുറവ്, നോമ്പുകാലം. അപ്പൊ പിന്നെ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഇച്ചിരി ശരീരത്തിന് തന്നെ നല്ലതാ. ഇനിയിപ്പോ ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉണർവാവും. എനർജിക്ക് കുറവൊന്നും. പക്ഷെ ഈസ്റ്റർ ആകുമ്പോഴും ഉണർവാവൂല. കാരണം ചൂട് കൊണ്ട് അധികം ഭക്ഷണം കഴിപ്പില്ല. അത് ശരിയാ, ഞാനും കേട്ടോ. ഭക്ഷണം മൊത്തം ഇല്ലേ ഇവിടെ ഇരിക്കണ ദിവസം കൂടുതൽ പ്രയാസം. അന്നേരം ഓഫീസിൽ പോണ ദിവസം തണുപ്പിലിരിക്കൂലേ? അതുപോലെയല്ലല്ലോ വീട്ടിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതലൊരു 11-11:30 വരെ എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി നീക്കാം പകല്. എന്നാലും ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും, തള്ളി നീക്കാം. അത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇല്ലേ പിന്നെ ചായ ഒന്നും വേണമെന്നില്ല. അങ്ങനെ തളരുവാ ബോഡി മൊത്തത്തില്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കൊല്ലവും ഉള്ളതല്ലേ ഇത്. പ്രായം കൂടുന്തോറും പ്രശ്നങ്ങളാണ്. പിന്നെ അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തുറക്കുമല്ല. സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് പരിചയമുള്ള സാധനങ്ങളാണോന്ന് നോക്കി. സാധനങ്ങൾ തുറക്കുമല്ല, തുറന്നു വെച്ചേക്കണ സാധനം ഒന്ന് എടുത്ത് കാണിക്കാം. അതെ, പലരും പറയാറുണ്ട് ഞാൻ ഇതുപോലെയുള്ള സാധനങ്ങള് മേടിക്കുന്നതും ഒന്ന് കാണിക്കണമെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കാം. ഇന്നിങ്ങനെ എടുക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലോ. പർപ്പിളിന്റെ പാക്കറ്റ് അത്. വല്ലതും പരിചയമുള്ളതാണോ? അതൊക്കെ നോക്കട്ടെ. ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നാ അത് മനസ്സിലായോ? അല്ല, ഞാൻ പറയാ ഇത് ഐലൈനറാന്ന് തോന്നുന്നു. അല്ല, അത് ഐലൈനറാ. ദിസ് ഇസ് ഐലൈനർ. ഇത് നല്ല ഓഫറിന് കിട്ടിയപ്പോ മേടിച്ചതാണ് കേട്ടോ. പറഞ്ഞു അതിനെ പറ്റി. റേറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഒറിജിനൽ പ്രൈസ് 319 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കൊടുത്തത് 198 രൂപയാണ്. പർപ്പിൾ ആപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് പിടികിട്ടി, എഴുതിയിട്ടുണ്ട് 100% നാച്ചുറൽ ലിപ് ബാം. എഴുതിയേക്കണ കണ്ടുപിടിച്ചതാ. ഇപ്പോഴേ ഈ ബീട്രൂട്ടിന്റെ ലിപ് ബാം ഇതാന്ന് തോന്നല്ലോ, ട്രെൻഡ്. അറിഞ്ഞോ? ഞാനേ നമ്മുടെ വീഡിയോ മാത്രമല്ല കാണുന്നത്, പലതും ഞാനങ്ങനെ കാണാറുണ്ട്. നമ്മുടെ ഫാർമേഴ്സ് കാർട്ടില് ആരോ ഒരാള് ബീട്രൂട്ട് ലിപ് ബാമിന്റെ പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാർമേഴ്സ് കാർട്ടില് ബീട്രൂട്ട് ലിപ് ബാമിന്റെ. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഇത് വായിച്ചു നോക്കിയത് ഇത് കണ്ടപ്പോ. അപ്പൊ ഇത് പർപ്പിൾ ആപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഒറിജിനൽ പ്രൈസ് എത്രയാണെന്നറിയോ? 299 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഞാൻ കൊടുത്തിട്ടുള്ളത് 202 രൂപ. പക്ഷെ എനിക്ക് നല്ല റേറ്റ് കുറവിനെ കിട്ടി. ഇത് ബോഡി ലോഷൻ, മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ. ഇതും 50% ഓഫറിനല്ലേ? അളവൊക്കെ പറഞ്ഞേരെന്നാ. ഇത് ആദ്യം കാണിക്കാം. എന്നിട്ട് മതി. കണ്ടോ, ഇതാണ് കൊക്കോ റിച്ച് മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്ക് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നേ. പക്ഷെ അതിപ്പോ ഏകദേശം തീർന്നു. അവള് കൊണ്ടുവന്നാണോ? അതെ. അപ്പൊ തീർന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. 499. ഇതിന് പക്ഷെ 45% ഓഫർ കിട്ടി. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 224 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് പർപ്പിളിൽ നിന്ന് തന്നെ. അപ്പൊ ഇത് ലാഭല്ലേ? 400 മില്ലി ഉണ്ട്. അപ്പൊ ഇതാ ഞാൻ നോക്കിയിട്ട് നല്ല ലാഭം. എന്റെ ഓർമ്മയിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം അമ്മാമ്മ കൊണ്ടുവന്നോ? ഡൗട്ട് ഉണ്ട് എനിക്ക്. കാനഡയിൽ നിന്ന് വന്നപ്പോ തോന്നുന്നുണ്ട്. റീഷ ഏതൊക്കെയോ ലോഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം ഇതിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ നൈക്കേന്നുണ്ട്, പർപ്പിളിന്നും ഉണ്ട്. പർപ്പിള അത് ലിങ്ക് ഓൺലൈൻ സൈറ്റ് നൈക്കൊക്കെ പോലെ. പർപ്പിൾ കേട്ടിട്ടില്ല അത്. അമ്മ ഇന്നാള് വണ്ടിയെ നമ്മള് പോയപ്പോ പറഞ്ഞില്ലേ പർപ്പിൾ എന്നൊരു കടവന്ത്രയിലുള്ള അവരുടെ ആപ്പാണ്. അതല്ലേ? വേനൽക്കാലത്ത് ബോഡി ഇല്ലേ പുറത്തേക്ക് ഇറങ്ങി നടക്കണവർക്കത് വല്ലാത്ത വിഷയം. ഇത് എന്നതാ പുലി. കോട്ടൺ ബോള. മനസ്സിലായി. അത് നല്ല രസം ബോളായിട്ട് കിട്ടുന്നത്. കണ്ടിട്ടില്ലേ? ഇല്ല.
50 പീസ്. ആ. ഇത് നല്ലതാണല്ലോ ഇത്. കോട്ടൺ ബോൾസ് നല്ലതാ. ഇത് കണ്ടോ, ട്യൂലിപ്പ് കോട്ടൺ ബോൾസ്. ഇത് ടോണറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതാ. മനസ്സിലായി. ടോണർ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, അന്നേരം ഇത് അപ്ലൈ ചെയ്യും. ഇതിന് 61 രൂപയാണ് MRP. ഡിസ്കൗണ്ട് കഴിഞ്ഞ് 60 രൂപയാണ് കൊടുത്തത്. നൈക്കേന്നാ മേടിച്ചത്. പ്രൈസ് അല്ലേ? പ്രൈസ്. കോസ്മെറ്റിക് ഐറ്റംസ് ആണല്ല. അതെ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഇല്ല, ഒരുപാട് ബേസിക് സാധനങ്ങളേ ഉള്ളൂ. വൈറ്റമിൻ സി, സൺസ്ക്രീൻ ലോഷൻ, ബോഡി ലോഷൻ തന്നെയാണല്ലോ സൺസ്ക്രീൻ. ബോഡി പുറത്തു പോകുമ്പോ മാക്സിമം ഞാൻ വെയിൽ കൊള്ളാതെ നോക്കും കേട്ടോ. എന്നാലും പറ്റൂല, കാലത്തെയൊക്കെ 9 വെയിലാവും. ഞാൻ നേരത്തെ മേടിച്ചോണ്ടിരുന്ന വാസലിന്റെ ആണ്, ഒരു SPF-ന്റെ. അപ്പൊ ഇത്തവണ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് മേടിച്ചേട്ടോ. ഇത് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വേനയ്ക്ക് എപ്പോഴും സൺസ്ക്രീൻ നല്ലതാ, വേണം സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ബോഡിക്കാണ് ഇത് കേട്ടോ. ഒറിജിനൽ പ്രൈസ് 399 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് 367 രൂപയാണ്. ഇത് നൈക്കേന്ന് മേടിച്ചതാ. ഏതാന്ന് പറഞ്ഞേരെ, സൈറ്റിന്റെ പറയണം. ഇതൊക്കെ ചിലപ്പോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇതൊന്നും പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ മേടിക്കണ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് ഐറ്റം കാണിക്കണമെന്ന് പലരും പറയാറുണ്ടേ, അതുകൊണ്ട് ചുമ്മാ കാണിച്ചെന്നുള്ളൂ മേടിച്ചപ്പോ. ബില്ല് ഇതിലുണ്ട് കേട്ടോ. അതെ, ഇതിന്റെ ബില്ലൊക്കെ കാണിക്കാം നമുക്ക്. ഇതിലൊക്കെ ഇതിന് അത് ഫ്രീ കിട്ടിയതാണ്. ഇതൊക്കെ മേടിച്ചപ്പോ നൈക്കാന്ന് എന്തൊക്കെയോ ഫ്രീ തന്നു. ഇതൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഇത് ഫ്രീ കിട്ടിയാലും വലിയ കാര്യമൊന്നുമില്ല. എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ സീറോ ആണെന്ന് തോന്നുന്നു. ഫൗണ്ടേഷൻ പ്ലസ് ഓയിൽ കൺട്രോൾ സീറം. ഈ വനിതയില് കുറെ സംഗതികളൊക്കെ വരും. ജെല്ലുകള് എപ്പോഴും ഇങ്ങനെ പേപ്പറിന്റെ കൂടെ അല്ലേ വനിത നമ്മൾ പറഞ്ഞേക്കണം. അപ്പൊ ഇടുമ്പോ അതിന്റെ മീതെ ഒരു സെൽഫ് ലോ കവറിൽ, സിപ്പ് ലോ കവറിൽ ഇങ്ങനെ അതിന്റെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് പിന്നെ നമ്മുടെ ഡിയോ. ഇത് അമ്മയ്ക്ക് വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന, ഞാൻ പഠിപ്പിച്ച ഒരു ശീലാട്ടോ. അതെ, ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് നിവിയയുടെ അല്ലെങ്കിൽ ഏതിൻ്റെയെങ്കിലും റെക്സോണയുടെ, നിവിയോയുടെ ഏതിൻ്റെയെങ്കിലും, പിന്നെ അതിന് മുമ്പ് ഏതാന്ന് ഞാൻ മറന്നുപോയി, ഇങ്ങനെ സ്പ്രേ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ബോഡി സ്പ്രേ. പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇവള് പറയും കുളിച്ച് കഴിഞ്ഞിട്ട് അണ്ടർ ആംസിൽ ഇത് തൂത്ത് കഴിഞ്ഞാൽ, കുളിച്ച് കഴിഞ്ഞിട്ട് മാത്രം കുറച്ച് റോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളോളം ഫ്രഷ് ആയിട്ട് അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഫൗൾ സ്മെല്ലില്ലേ, അതൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. പിന്നെ നമ്മൾ വിയർത്തതിന് ശേഷം ഇത് തൂത്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും. ഇതിന്റെ സ്മെല്ലും വേർപ്പിന്റെ സ്മെല്ലും കൂടെ മിക്സ് ആവില്ലേ. അപ്പൊ ഞാൻ പുറത്തു പോകുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേലൊന്ന് കഴുകിയേ ചെയ്ത് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ വേർപ്പും എന്തെങ്കിലും ജോലി കഴിഞ്ഞാൽ ചെറിയ അടുക്കളയിൽ പോകണം, അപ്പൊ ബ്ലൗസൊക്കെ ഇടുമ്പോൾ മോശമാവും. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറ്. മറ്റേ സാധാരണ വൈകുന്നേരം കുളി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും. പിന്നെ പണിയൊന്നുമില്ലല്ലോ, കുളി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിന്റെ റേറ്റ് പറഞ്ഞാറേ. അപ്പൊ ഇതിന് ഒറിജിനൽ പ്രൈസ് അതേ കൊടുത്തിട്ടുണ്ട് 380 രൂപയാണ്. പക്ഷെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് എത്രയാണെന്നറിയോ, 190 രൂപ. 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. നൈക്കേന്നാ മേടിച്ചത്. 190 അല്ലേ, ഓഫർ കഴിഞ്ഞ. ഇനിയിപ്പോ ഇത് വേണോട്ടോ, നിവിയുടെ സ്പ്രേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇതിൽ നോക്കി വെച്ച് ഓർഡർ ഇട്ടോ. ഇങ്ങോട്ട് വരുത്തിക്കുക. 190 അല്ലേ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കോസ്മെറ്റിക്സ്. ഇതില് ബില്ലുണ്ടേ. കോസ്മെറ്റിക് എന്ന് പറഞ്ഞ ഇതിന് മാത്രമൊന്നുമില്ല, പിന്നെ ഉള്ളത് കാണിച്ചു എന്ന് മാത്രം അല്ലേ. ഉള്ള സംഗതികൾ നമ്മൾ പറയണം, അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇത് എല്ലാത്തിന്റെ ബില്ലും കൊടുത്തിട്ടുണ്ട്. പർപ്പിളിന്ന് മേടിച്ചതിന്റെ ടോട്ടൽ കോസ്റ്റ് 624 രൂപയും നൈക്കേന്ന് മേടിച്ചതിന്റെ ടോട്ടൽ കോസ്റ്റ് 612 രൂപ കേട്ടോ.